ഇന്ന് നമ്മൾ കസിൻസ് എല്ലാരും കൂടെ ഇരുമ്പകച്ചാല പോവാണ്. ഞാൻ പള്ളിക്കടുത്ത് പാലക്കാട് പോയി. ഓപ്പ തിരിച്ചു വന്നോണ്ടിരിക്കണുള്ളൂ. ഓന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇവരൊക്കെ കായില്ലാത്ത ഒരച്ച് നിൽക്കണമാര് എന്റെ ബാക്കിൽ നിൽക്കണേ. ഇവൻ പറഞ്ഞോടെ ഓന്റെ ചെരുപ്പ് പുതിയതാണ്, അതുകൊണ്ട് എത്തിച്ച് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഏത് പോന്റെ അച്ചീരി ഇവന്റെ വിചാരം ഇവനാണ് കുടുംബത്തെ മെയിൻ എന്നാ. ഇവളോട് ഞാൻ പറഞ്ഞേ ഹെൽമെറ്റ് ഇടാത്തോലെ ആരും ഞാൻ എന്റെ വണ്ടിമ കയറ്റൂലാന്ന്. ഓൾക്ക് തീരെ പറ്റിയിട്ടില്ല. ഓളെ മുടി കേടെടുത്തേ. അന്റെ തല കാണാൻ പേലിയന്റെ മാരിണ്ട് പറഞ്ഞിട്ട് ഓനാണെങ്കിൽ ഓളെ വൻ ട്രോളില്. അങ്ങനെ നമ്മളെ ചെറുക്കൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കർമ്മ ഹിറ്റ് വെരി ബാഡ്. നമ്മള് ചെറുക്കന് വൻകൂടുന്ന ഹെൽമെറ്റ് നിങ്ങൾ കാണില്ലേ? പാവം ചെറുക്കൻ അങ്ങോട്ട് ഇല്ലാണ്ടായി. ഓന്ത് കുതിരപ്പുറത്ത് കയറുന്നമാരി ഓള് വണ്ടിമ കയറണേ. ഏത് പോളെ പട്ടിഷോ. ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോ പീഡന കേസിലെ പ്രതികളെ മാരിപ്പം മുഖം പൊത്തും. ചോദിച്ചപ്പോ പറയണോ ഇൻട്രോവേർട്ട് അത്രേ. എന്റെ സഹോദരന്മാരോട് നമ്മുടെ ക്ലിപ്പ് എടുക്കാൻ പറഞ്ഞ് ഒന്ന് മെയിനായി. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ആ ചുവന്ന കുപ്പായമിട്ട ചെറുക്കൻ എവിടെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓനിക്കുന്നൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് ഇവിടെ. ഓൻ ഞങ്ങളെ നൈസായിട്ട് ഇവിടെ കൊടുന്ന് ചാമ്പി. പട്ടി പോസ്റ്റ് അതിന്റെ മാനസിക സംഘർഷത്തിലാണ് ഇവരെല്ലാരും. ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് ഉപ്പിലിട്ട മാങ്ങ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മാങ്ങ കിട്ടുന്നതിന്റെ പൊലിൽ ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. മാങ്ങ കിട്ടിയപ്പോൾ ബലി രണ്ടാളും ഇന്നങ്ങോട്ട് മറന്നടോ. രണ്ടാളും വലുത് നോക്കിയെടുത്തിട്ട് ഉള്ളിൽ ഏറ്റവും ചെറുത് എനിക്ക് അവിടെ വെച്ച് അവസാനം ഈ കുട്ടിയാണ് ഒരു പൊട്ട് മാങ്ങ എനിക്ക് തന്നത്. ചട്ടനെ പൊട്ടൻ ചതിച്ചാ പൊട്ടനെ ദൈവം ചതിക്കുമെന്നാണല്ലോ. ഇവളെ ദൈവം ചതിച്ചു. ഇവൾ വലുത് നോക്കിയെടുത്ത മാങ്ങിന്റെ വലിയൊരു ശതമാനവും കുരുവായിരുന്നു ഗൈസ്. അടുത്തതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ചുവന്ന കുപ്പായക്കാരൻ ഞങ്ങളെ ചാമ്പിയ വലിയൊരു കഥയാണ്. അത് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2.